തായ്ലൻഡ് സ്പെഷ്യൽ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളത് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിക്കുക. വെറും $6-7 ഇതിനുള്ളൂ. എത്രയെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. എനിവേസ്, ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നല്ല അടിപൊളിയായിട്ട് ബാക്കി കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ കുറച്ച് പാടുള്ളവർക്ക് പടങ്ങളും ഉണ്ട് കേട്ടോ. ആ പടം കണ്ട് നന്നായി മനസ്സിലാക്കാം. ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്ക് തന്നത് ഈ 460 കാലറിയാണ്. ബട്ട് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? അതാണ് നമ്മളൊന്ന് അറിയാൻ പോകുന്നത്. ആദ്യം നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഫ്രോസൺ കോക്കനട്ട് മിൽക്കിൻ്റെ ചങ്ക്സും മാംഗോയും ഉണ്ടാവും. ഇത് നമ്മൾ പൊടിച്ച് ആ ഫ്രോസൺ റൈസിലോട്ട് ഇടുക. ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇത് അടച്ചു വെക്കാനുള്ളതാണ്. സോ ആ പ്ലാസ്റ്റിക് കവർ മൊത്തത്തിൽ കീറി പറിക്കാതിരിക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നമ്മൾ എന്നിട്ട് ഓവനിൽ ഒരു 2 minutes കൊടുക്കാനാണ് അവരുടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. അത് ആവുമ്പോഴേക്കും നമ്മൾ ഈ മാംഗോ വെച്ച് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇതിങ്ങനെ ഇരിക്കുക കുറച്ച് നേരം. അപ്പോൾ അവർ അടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഈ സ്റ്റിക്കി റൈസും കോക്കനട്ട് മിൽക്കും കൂടെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ മാംഗോ പൊട്ടിച്ച് അതിനകത്ത് വെക്കണം. അതാണ് ഇൻസ്ട്രക്ഷൻ. ഈ മാംഗോ ചുമ്മാ കഴിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 30 seconds കൂടെ ഓവനിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സാധനം റെഡി. തായ്ലൻഡിൽ പോയി ഞാൻ അതിൻ്റെ ഒറിജിനൽ വശം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടാത്ത ഒരു അടിപൊളി ടേസ്റ്റ് ഇതിൽ കിട്ടി കേട്ടോ. കാരണം എന്താണ് ഗൈസ്, ആ ചോറിൽ എക്സ്ട്രാ മധുരമുണ്ട്. അതാണ് ഈ 460 കാലറീസ് വരുന്നത്. എനിവേസ്, ആ റൈസും മാംഗോയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. എന്തായാലും ഡെഫിനറ്റ്ലി വർത്ത് ട്രൈയിങ് ആണ്. നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇതങ്ങ് കഴിച്ച് തീർത്തേക്കാം. ബൈ.